70,000 കോടിയുടെ ആഴക്കടൽ പദ്ധതിയുമായി കേന്ദ്രം. നാവികസേനയ്ക്ക് 6 അത്യാധുനിക അന്തർവാഹിനികൾ എത്തുന്നു. ഇന്ത്യ ആകട്ടെ ജർമ്മനിയുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ വമ്പൻ പ്രതിരോധ നീക്കത്തിന് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുന്നത്. ഏകദേശം 70,000 കോടി രൂപ പ്രൊജക്റ്റാണ്. അതായത് 75I പദ്ധതിയുടെ ഭാഗമായി തന്നെ ജർമ്മനിയുമായി സഹകരിച്ചുകൊണ്ട് തന്നെ 6 അത്യാധുനിക അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് നീക്കം. ദീർഘകാലമായി തന്നെ ചർച്ചയിലൂടെ ആയിരുന്ന ആ ഒരു നിർണായക പദ്ധതിയുടെ നിർദ്ദേശം ഉടൻ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ഇപ്പോൾ ഇവിടെ CCSEയുടെ പരിഗണനയിൽ എത്തുമെന്നതാണ് സൂചന. മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും ജർമ്മനിയുടെ സ്റ്റെൽത്ത് ക്രൂപ്പ് മറൈൻ സിസ്റ്റവും ചേർന്നുകൊണ്ടാണ് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത്. ഇതിലൂടെ തന്നെ സാധാരണ ഡീസൽ ഇലക്ട്രോണിക് അന്തർവാഹിനികളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരുവാനും ശത്രു നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ തന്നെ അവിടെ കണ്ണിൽപ്പെടാതെ രഹസ്യ ദൗത്യങ്ങൾ നിർവഹിക്കാനും ഇത് സാധിക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും പാകിസ്ഥാന്റെ നാവികശേഷിയും അവിടെ കണക്കിലെടുത്താൽ തന്നെ ഈ കരാർ വെറും ഒരു പ്രതിരോധ ഇടപാട് മാത്രമല്ല എന്നതാണ് ശ്രദ്ധേയം. അതായത് ഉപരിതലത്തിൽ തന്നെ ശത്രു ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുമ്പോൾ സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് തിരിച്ചടി നൽകാനുള്ള പുതിയ കരുത്താണ് ഇന്ത്യ ഒരുക്കുന്നത്. ചോദ്യം ഇതാണ്: 70,000 കോടിയുടെ ഈ ആഴക്കടൽ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തി സന്തുലിതാവസ്ഥ അത് തന്നെ മാറ്റുമോ എന്നതാണ്. മുംബൈയിലെ മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും ജർമ്മനിയുടെ ടൈസ് ഗ്രൂപ്പ് മറൈൻ സിസ്റ്റവും സംയുക്തമായാണ് ഈ അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ സാങ്കേതിക വിദ്യയുടെ ഈ മുങ്ങിക്കപ്പലുകൾക്ക് സാധാരണ കപ്പലുകളെ അപേക്ഷിച്ച് കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ തുടരാൻ സാധിക്കും. ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈനീസ് അന്തർവാഹിനികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു എന്ന ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നാവികസേനയുടെ നിരീക്ഷണ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി അത്യന്താപേക്ഷിതമാകുന്നത്. വെറും നിർമ്മാണം മാത്രമല്ല, ഭാവിയിൽ ഇത്തരം അന്തർവാഹിനികൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്യുവാനും പരിപാലിപ്പിക്കുവാനുമുള്ള ശേഷി അവിടെ കൈവരിക്കുക എന്നതാണ് ഈ ഒരു കരാറിലൂടെ തന്നെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നിലവിൽ നാവികസേന നേരിടുന്ന അന്തർവാഹിനികളുടെ കുറവ് പരിഹരിക്കാൻ ഈ പുതിയ 6 കപ്പലുകൾ സഹായിക്കും. ഇതിനു മുൻപേ തന്നെ ഫ്രാൻസിന്റെ ആ സഹായത്തോടു കൂടി തന്നെ 6 കൽവരി ക്ലാസ് അന്തർവാഹിനികൾ മസ്ഗോൺ ഡോക്ക് നിർമ്മിച്ചിരുന്നു. ഇതിൽ അവസാനത്തേതായി തന്നെ ഇപ്പോൾ INS വാക്ഷിയർ 2025 ജനുവരിയിലായിരുന്നു കമ്മീഷൻ ചെയ്തത്. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.